എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ സങ്കടത്തിലാണ് മോഹിനി ഭവത്തിനോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് കേസ് കൊടുക്കാനാണെന്നല്ല പറഞ്ഞേ, ഒരു കാര്യം നീ നിൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞേരെ, മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കോളാൻ, അല്ലെങ്കിൽ ആ മണ്ടത്തല ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് പൊട്ടിച്ചേ വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് മോഹിനി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് മോഹിനി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും പവിത്രയ്ക്ക് ആകെ വിഷമം. പവിത്ര ഇങ്ങനെ മനസ്സിലോർക്കുക, ഈശ്വര അച്ഛൻ ഇങ്ങോട്ട് എത്തരുതേ, വരുന്ന വഴിക്ക് വണ്ടി ഏതെങ്കിലും ഒരു കിടങ്ങി വീഴിനെ അല്ലെങ്കിൽ വല്ല ഓട്ടോ ഇടിച്ചാലും മതിയായിരുന്നു എന്നൊക്കെയാണ് പവിത്രയുടെ മനസ്സിൽ. പവിത്രയ്ക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ജഗന്നാഥൻ കളരിപ്പയറ്റൊക്കെ ഒന്ന് അഭ്യസിച്ച് നോക്കുവാണ്. എന്നിട്ട് ഇത് കണ്ട് സഹി കിട്ടിയിട്ട് അരുൺ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത് എന്നാ കാണിക്കുവാ, എന്നെ കോപ്രായോ കാണിക്കുന്നേ എന്ന് ചോദിക്കും. അന്നേരം പറയും, ഒന്നും മിണ്ടാതിരിക്കട്ടെ ചെറുത്താൻ്റെ സന്തതി എന്ന് പറയും. അന്നേരം അരുൺ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്പോഴും അച്ഛൻ എന്നെ സന്തതി എന്ന് വിളിച്ചത്, അച്ഛനെയല്ലേ അച്ഛൻ ചെകുത്താൻ എന്ന് വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരമാണ് അക്കടി പറ്റിയത് ജഗന്നാഥന് മനസ്സിലാവുന്നത്. അന്തൊക്കെ അകത്തുനിന്ന് വലിയമ്മ ഇറങ്ങി വരും. എന്നിട്ട് പറയും, ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി, ഞാൻ അകത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ്. അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അകത്തിരിക്കുന്ന പെണ്ണുങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്, ഇതിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ആനയാണെങ്കിലും എലിയാണെങ്കിലും അത് അതിൻ്റേതായ രീതിയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ഈശ്വര അയാൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു, വീടിൻ്റെ അകത്ത് യുദ്ധം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും അകത്ത് കയറി അയാളെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അന്നേരം അരുണോട് ചോദിക്കുന്നുണ്ട്, ജഗന്നാഥൻ എന്തിയെന്ന്. അന്നേരം വല്യമ്മ പറയും, അവനെ ഈ ശൂരത്വം മാത്രമേ ഉള്ളൂ, അയാൾ വരുന്ന സമയമാണെങ്കിൽ എവിടെയെങ്കിലും കയറി ഒളിക്കുമെന്ന് പറയും. ഈ സമയം കറക്റ്റ് കോളിംഗ് ബെല്ല് കേൾക്കുന്നു. അന്നേരം വന്നു എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അരുണ് പോയി തുറക്കാനൊരു മടി. അന്നേരം മഹേശ്വരൻ ഞാൻ തുറക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ പോയി തുറന്നോളാം എന്ന് പറഞ്ഞ് അരുൺ തന്നെ പോയി വാതിൽ തുറക്കുവാണ്. തുറന്നു കഴിയുമ്പോൾ, ഓ നീയായിരുന്നോ, എന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നോടാ എന്ന് കഴിയുമ്പോൾ, ആ അച്ഛൻ കയറി വാ എന്ന് പറയും. അന്നേരം അച്ഛനോ, ആരെ അച്ഛൻ, അങ്ങ് മാറി നിൽക്കടാന്ന് പറഞ്ഞാൽ അരുണിനെ പിടിച്ചൊരു തള്ളൊക്കെ തള്ളിയിട്ടാട്ടോ കയറി വരുന്നത്. അകത്തോട്ട് കയറി വരുമ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഓ എല്ലാവരും എന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും അല്ലേ, കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ എന്ന് പറയും. അന്നേരം മഹേശ്വരൻ ചോദിക്കും, താൻ ഇവിടെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നൊന്നും അല്ലല്ലോ, ആൾക്കാരുടെ എണ്ണം എടുക്കാൻ എന്ന് ചോദിക്കും. അന്നേരം അല്ല, അറിഞ്ഞിരിക്കണമല്ലോ ആർക്കൊക്കെ എന്തൊക്കെ പണിയാണ് കൊടുക്കേണ്ടതെന്ന് അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് പറയും. എന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൾ പവിത്ര ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം എല്ലാവരും കൂടി സ്ത്രീധനത്തിൻ്റെ പേരിൽ അവളെ പീഡിപ്പിക്കുവാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് എൻ്റെ ഒരു തീരുമാനം അറിയിക്കാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറഞ്ഞ് വലിയ ആൾ കളിച്ചിങ്ങനെ ഇരിക്കുക. അന്തേക്കും നന്ദ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നന്ദ ഓർക്കുവാണ്, ഈശ്വര അനി അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് കുളമാക്കുന്നതിന് മുമ്പ് ഇതൊന്ന് സോൾവ് ചെയ്യണമല്ലോ എന്നോർത്ത് അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് പവിത്രയുടെ അച്ഛനല്ലേ എന്നിങ്ങനെ ഭയങ്കര സ്നേഹത്തോട് ചോദിക്കും. അന്നേരം നീ ആരാടി കൊച്ചേ എന്ന് ചോദിക്കുമ്പം, ഞാൻ സ്ഥാനം കൊണ്ട് പവിത്രയുടെ ഏട്ടത്തിയായിട്ട് വരും, ഏതായാലും ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ, ഫുഡൊക്കെ റെഡിയാവാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുക. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും നിനക്ക് പെരുമാറാനൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ, ഏതായാലും ഇവിടുത്തെ ബന്ധുവല്ലേ, അന്നേരം സ്വീകരിച്ച് വിടണ്ടേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. അന്നേരം ഒരു വഴക്കൊഴിവായ ഒരു ആശ്വാസത്തിലാണ് ഇപ്പുറത്ത് ഇവരുന്ന് ഇരിക്കുന്നത്. അന്നേരം അവിടെ നിന്ന് പിങ്കി ഓർക്കുന്നുണ്ട്, ഇവളെന്തിന് ഇയാളെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി സൽക്കരിക്കുന്നത്, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ചിറ്റ പറയുന്നത്, എന്താണെന്ന് പറഞ്ഞാലും പുലി പോലെ വന്നതിന് എലി പോലെ കൂടെ കൂട്ടിക്കൊണ്ട് പോയത് കണ്ടോ അവൾ എന്നിങ്ങനെ പറയും. ഈ സമയം സജയനും കൂട്ടുകാരനോടെ പവിത്രയുടെ അച്ഛൻ അവിടെ പോയി ബോംബിടും, ആകെപ്പാട് പ്രശ്നമാക്കും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുക. അന്നേരം കൂട്ടുകാരൻ പറയുന്നുണ്ട്, പവിത്രേനെ അവിടെ നിന്ന് ഇറക്കി നിൻ്റെ കൈ കൊണ്ട് തരും എന്നാണ് അങ്ങേര് പറഞ്ഞേക്കുന്നത്, ഇതുവെല്ലാം നടക്കൂടാ എന്ന് ചോദിക്കും. അന്നേരം നിനക്ക് അയാളെപ്പറ്റി അറിയാൻ മേലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അയാൾ ആരാ മോൻ എന്നറിയാവോ, ഞാനും അവളും തമ്മിൽ ഇഷ്ടമാണ് എന്ന് അറിഞ്ഞ നിമിഷം അയാൾ തീരുമാനിച്ചതാണ് ഞങ്ങളുടെ വിവാഹം, അത് നടക്കില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഇടയിലൂടെ അവസരം ഉണ്ടാക്കി ആ താലികെട്ട് അയാൾ നടത്തി. വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ, പിന്നെ രാഷ്ട്രീയക്കാരനായി, ശരിക്കും രാഷ്ട്രീയക്കാരനാകാനുള്ള എന്തെങ്കിലും യോഗ്യത അയാൾക്കുണ്ട്, എന്നിട്ടും അയാൾ രാഷ്ട്രീയക്കാരനായിട്ട് വിലസുന്നില്ലേ, അതാണ് ഐറ്റം, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അയാളുടെ പ്രവൃത്തി എന്ന് സജയൻ പറയുന്നുണ്ട്. എന്നിട്ടും സജയൻ ഇങ്ങനെ ഓർക്കും, അവിടെ ചെന്ന് എന്താ പോലും അയാൾ പൊട്ടിക്കാൻ പോണേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ഭക്ഷണം കൊടുത്ത് കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വടിച്ച് നക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും ഇത്രയും നല്ല ഭക്ഷണം ഞാൻ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും. എന്തെങ്കിലും നന്ദയ്ക്കൊരു ആശ്വാസം. നന്ദ നേരെ ഇപ്പുറത്ത് വന്നിട്ട് പറയും, ഭക്ഷണമൊക്കെ കഴിച്ചു, ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയും. അന്നേരം മോഹിനിക്കത് ഇഷ്ടപ്പെടുകയല്ലേ. മോഹിനി ചോദിക്കും, എന്തിനാ അയാളെയൊക്കെ വിളിച്ച് ഇങ്ങനെ സ്വീകരിച്ച് ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ പോകുന്നത്, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നന്ദേന്ന് ചോദിക്കും. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, ഒരു അതിഥിയായിട്ട് കണ്ടാൽ മതി, ഇനി അടുത്ത ആലമുണ്ടാക്കാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന്. എത്ര നേരം തിളച്ച് നിന്ന വല്യമ്മയാട്ടോ.
അന്നേരം അങ്ങേര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈ കഴുകുക. അന്നേരം പവിത്ര പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ബഹളമൊന്നും വെക്കരുത്, ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് അവരുടെ ഒരു വിചാരം, അച്ഛൻ ഭീഷണിപ്പെടുത്തിയ കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് ബഹളം വെക്കരുതെന്ന് പറയുമ്പം ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയും, ഒപ്പത്തിനൊപ്പം നീ നിന്നില്ലെങ്കിൽ ഇന്നത്തോടു കൂടി നിൻ്റെ ഇവിടുത്തെ ജീവിതം ഞാൻ മതിയാക്കിക്കും എന്ന് പറയുക. അപ്പോൾ പവിത്രയ്ക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. ഏതായാലും അങ്ങേര് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇപ്പുറത്ത് വരും. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സൽക്കാരവും സ്വീകരണവും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിനെല്ലാവരോടും നന്ദി പറയുക എന്ന് പറയും. അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട്, ഞങ്ങളെ തറവാടിത്തം ഉള്ളവരാണ്, അതുകൊണ്ട് വീട്ടിൽ കയറി വരുന്നവരെ മാന്യമായിട്ട് സ്വീകരിക്കുമെന്ന് പറയും. അന്നേരം അങ്ങേര് ചോദിക്കുവാണ്, ആ പറഞ്ഞതിൽ ഒരു ഭീഷണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരു ഭീഷണിയില്ല, ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു ബീഡി എടുക്കും. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് അവിടെ തന്നെ അത് വലിച്ച്, തീപ്പെട്ടിക്കുള്ളിയാണെങ്കിലും കത്തിച്ചിട്ട് അവിടെ തന്നെ ഇടും. എന്നിട്ട് അതിങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ പുകയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഊതി വിടുവാണ്. എന്നിട്ട് എല്ലാവർക്കും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇറിറ്റേഷൻ ആവുന്നു, ആകെ ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് എല്ലാവർക്കും. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട്, ഞാൻ പറയാൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞേക്കാം, ഞാനൊരു തീരുമാനമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടതിന് ശേഷം സ്ത്രീധനത്തിൻ്റെ പേരിൽ അവളെ എല്ലാവരും കൂടി പീഡിപ്പിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവളെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ച എല്ലാവരുടെയും പേരിൽ കേസ് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഞെട്ടലാണ്. അന്നേരം മോഹിനി ചോദിക്കും, അവളെ എന്ത് കാണിച്ചു എന്നാണ് പറയുന്നത്, അവൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല, ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു. ഇനിയിപ്പം കേസ് കൊടുക്കണ്ട എന്നാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഞാൻ തരാം. ഒന്ന്, അവളെ എൻ്റെ കൂടെ പറഞ്ഞു വിടുക, തിരിച്ച് പറഞ്ഞു വിടുക, അങ്ങനെ ഒരു കാര്യം. അതുമല്ല അവളെ തന്നെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് വേണം, ഈ മണകുണാഞ്ചന് ഭാര്യയായിട്ട് വേണം എന്നാണെങ്കിൽ അവളെ 20 വർഷം വളർത്തിയ എനിക്ക് അതിൻ്റെ കൂലി കിട്ടണം, ഏകദേശം ഒരു 20 ലക്ഷം രൂപ, അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയരുത്, ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറയും. അന്നേരം ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഇങ്ങനെ അങ്കലാപ്പി നിൽക്കുവാണേ. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു, ഇതിൽ വലിയ മാറ്റമൊന്നും കാണിയേല, ഏതായാലും തീരുമാനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിച്ചേരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് എഴുന്നേറ്റ് പോവാണ്. അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട്, താൻ എവിടെ നിന്നാണ് ഭീഷണി മുഴക്കുന്നതെന്ന് അറിയാമോ, ഇതൊരു ACPയുടെ വീടാണ് എന്ന് പറയുമ്പോഴേക്കും അയാൾ, അയ്യേ AGP, തനിക്കറിയാവോ ഞാൻ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ്, രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൽ എവിടെയാണ് പോലീസിൻ്റെ സ്ഥാനം എന്ന് തനിക്കറിയാവോ, അഥവാ ഇനി പോലീസിൽ തന്നെ എടുക്കട്ടെ, എത്രയോ താഴെയാണ് ACPയുടെ സ്ഥാനം എന്ന് അറിയാവോ, എന്നിട്ടാണോ താൻ എന്നെ പേടിപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞ് മഹേശ്വരനെ അങ്ങോട്ട് പേടിപ്പിക്കുവാണ് ഇങ്ങനെ. ഇതൊക്കെ കണ്ട് ആകെ വാ തുറന്ന് അന്തിച്ച് നിൽക്കുവാണ് എല്ലാണും. അന്നേരം അരുണും ആ വാതിക്കൽ തന്നെ നിൽപ്പുണ്ട്. അങ്ങേര് ഇറങ്ങി പോകുന്ന വഴിക്ക് അങ്ങ് മാറിക്കിടാന്ന് പറഞ്ഞാൽ അരുണിട്ട് ഒരു തള്ളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഇറങ്ങി പോകുന്നത്. ഏതായാലും ഈ സമയം ചിറ്റ പിങ്കി വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ അവിടെ നോക്കിയിരിക്കുന്നത്, നിൻ്റെ വല്ല തീരുമാനം അവിടെ അറിയിക്കാനുണ്ടോ, ഇല്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരം പിങ്കി, ചിറ്റയ്ക്കും തീരുമാനമൊന്നും അറിയിക്കാനില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേ, അവരെന്താ തീരുമാനിക്കുന്നതെന്ന് അറിയാമായിരുന്നല്ലോ, എനിക്ക് അയാളുടെ ആ പരിപാടി കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, ശരിക്കും അയാളെ കാരണം തീർത്തോണം കൊടുത്തിട്ട് ഇറക്കി വിടുവല്ലായിരുന്നോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, നീ കണ്ടായിരുന്നോ നന്ദ അയാളെ എത്ര പെട്ടെന്ന് കൂളാക്കിയതെന്ന്, അങ്ങനെ അവൾ കുറച്ച് നേരത്തേക്കെങ്കിലും കൈയടി മേടിച്ചില്ലേ എന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, അങ്ങനെ കൈയടി നേടിയിട്ട് എന്താ കാര്യം, അത് കഴിഞ്ഞുള്ള അയാളുടെ പെർഫോമൻസിൽ അവൾ വെറും 0 ആയി പോയില്ലേ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ ഇയാളെ പ്രയോജനപ്പെട്ടേക്കും, അതുകൊണ്ട് അയാളെ നമുക്ക് ശത്രുവാക്കുമൊന്നും വേണ്ട, നമുക്ക് അയാളെ ചിലപ്പം പ്രയോജനപ്പെട്ടാലോ, ഏതായാലും നന്ദ കുറച്ച് നേരത്തേക്ക് സ്റ്റാറായില്ലേ, നമുക്ക് അയാളെ ഉപയോഗിച്ച് എന്നേക്കും ഈ ഇന്ത്യവരത്തിൻ്റെ സ്റ്റാറായി മാറണം എന്ന് പറയുവാണ്. അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കേട്ടോ പിങ്കി. അന്നേരം ചിറ്റ പറയും, ഇപ്പം നമുക്ക് കരയ്ക്ക് നിന്ന് കളി കണ്ടാൽ മതി, കാളത്തിൽ ഇറങ്ങേണ്ട അവസരം വരുമ്പോൾ നമുക്ക് ഇറങ്ങാമെന്ന് പറയുന്നു. എന്നിട്ട് ചിറ്റ പറയുന്നുണ്ട്, എടി യുദ്ധങ്ങളിൽ രാജാവ് നേരിട്ടിറങ്ങി കളിച്ചിട്ടല്ല പലപ്പോഴും ജയിക്കാറുള്ളത്, നമ്മുടെ അവസരം നോക്കി നമ്മൾ അടിക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിങ്കി അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.